അപ്പോൾ എല്ലാവർക്കും ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഇപ്പോൾ ഉള്ളത് മിറാക്കിൾ ഗാർഡനിലാണ് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ മുന്നേ കുറേ കാര്യങ്ങൾ നടന്ന് ഫുഡ് കഴിക്കാൻ പോയി, അങ്ങനെ കുറേ കാര്യങ്ങൾ നടന്ന്. അപ്പോൾ അതൊക്കെ എല്ലാവരും കണ്ടിട്ട് വരി. ഓക്കെ, അപ്പോൾ ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈക്ക് ആൻഡ് മിഡ്. ഹലോ മിച്ചോ, ഹലോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മിറാക്കിൾ ഗാർഡൻ പോവാന്ന് പറഞ്ഞിട്ട് മൊത്തത്തിൽ പൊളിഞ്ഞു. ഫ്ലാഷ് ബാക്ക്. പിന്നെ അടുത്ത പ്രാവശ്യം ഗാർഡനിൽ പോവാം, ഇപ്രാവശ്യം പറ്റില്ല. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലുണ്ട് നമ്മൾ മിറാക്കിൾ ഗാർഡനിൽ പോവാന്ന് പറഞ്ഞിട്ട് പോയില്ല. അപ്പോൾ ആ വീഡിയോ എല്ലാവരും പോയിട്ട് കണ്ടിട്ട് വരിക. അമ്മച്ചിക്ക് സർപ്രൈസ് കൊടുക്കണ, ഗോൾഡ് സർപ്രൈസ് കൊടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ കഴിച്ച് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നതാണെങ്കിൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് മിറാക്കിൾ ഗാർഡനിൽ പോവും. ഉറപ്പാണ് ഗൈസ്, പോവും. ഇന്ന് പോവും ഉറപ്പാ. ഗൈസ് ഫുഡ് കഴിക്കാൻ പോവാണ്. ഓക്കെ, ഇനി ഫുഡ് കടയിൽ എത്തിയിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ ഫുഡ് കഴിക്കാനെത്തി. ഇതാരാന്ന് വെച്ചാൽ മിച്ചു, മിസ്റ്റർ ഇപ്പോൾ ഇവിടെ നമ്മുടെ കൂടെ മിച്ചു ഉണ്ട്, ഇപ്പച്ചിയുണ്ട്, പിന്നെ ഞാനുണ്ട്, അമ്മച്ചുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഗൈസ് ഫുഡ് ഓർഡർ ചെയ്തിട്ട് അപ്പോൾ ഓർഡർ ചെയ്യും. പിന്നെ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ മിറാക്കിൾ ഗാർഡനിൽ പോവും ഗൈസ്. മിറാക്കിൾ ഗാർഡൻ. അപ്പോൾ ഗൈസ് എൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെ ഉണ്ട് കമൻറ്റ് ചെയ്യൂ. പുതിയ കുപ്പായാണ്, അടിപൊളി കുപ്പായം, ടീഷർട്ട്, പിന്നെ ഒരു ബ്ലൂ, നല്ല കട്ടിയുള്ളൊരു ബ്ലൂ കളർ, ഒരു ഡാർക്ക് ബ്ലൂ കളർ, പിന്നെ മറ്റേ ഷൂസ് എല്ലാവരും വരാം. അപ്പോൾ ഈ ഫുഡ് എത്തിയിട്ട് കാണാം. ഓക്കെ ബൈ. സ്റ്റാർട്ടറായിട്ട് നമുക്കിതാ ഇത് കിട്ടിയിട്ടുണ്ട്. കൂട്ടത്തിൽ ഇത് എന്താ പറയുക, അച്ചപ്പത്തിമ്മ അച്ചപ്പത്തിമ്മ ശർക്കര സോസ്, പിന്നെ കുറച്ച് കുക്കുംബർ, എന്തൊക്കെ സാധനങ്ങൾക്ക്. അതല്ല ലുക്കീമാത്തൊക്കെ, അപ്പുറത്തെ ലുക്കീമാത്ത് അങ്ങനെയുണ്ടോ? ഗൈസ് ലാസ്റ്റ് ലുക്കീമാത്തുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഓർഡർ ചെയ്തേക്കണേ എന്താ പറയുക, ബിരിയാണി, പ്രോൺസ് ബിരിയാണിയാണ്. മന്തിയ സോറി, പ്രോൺസ് മന്തിയുണ്ട് ഗൈസ്. ഓക്കെ, ഇനി ഫുഡ് എത്തിയിട്ട് കാണാം. ഞാൻ ഈ സൂപ്പ് കുടിക്കട്ടെ. ഓക്കെ ബൈ. ഫുഡ് എത്തിയിട്ടുള്ള എത്ര നേരം ഫുഡ് എത്താൻ വേണ്ടി കാത്തു നിൽക്കുന്നു. അപ്പം ഗൈസ് ഫുഡ് എത്തിയിട്ടുണ്ട്. നമുക്ക് അൽഹംദുലില്ലാഹ് ഫുഡ് എത്തി. രാഫിദ് അപ്പം ഞാൻ കഴിച്ചിട്ട് വരാം. ഓക്കെ, അപ്പോൾ കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി ലുക്കേ മാത്രം എന്താ വരുന്നുണ്ടെന്ന് പറഞ്ഞ് ലുക്കേ മാത്ത് കുറച്ച് കുറേ നേരമായി, ഇതുവരെ എത്തിയിട്ട് ചെയ്യാം. പിന്നെ ഈ ലുക്കേ മാത്രം വേണ്ടി തിന്നിട്ട് നമ്മളിഞ്ഞ് നേരെ കിൻഡർ ഗാർഡൻ അല്ല എപ്പോഴും കിൻഡർ ഗാർഡൻ എന്താ പറയണേ, എന്തായിരുന്നു മറ്റേ മിറാക്കിൾ ഗാർഡൻ. കുറച്ച് നേരം ആലോചിക്കേണ്ടി ഈ കിൻഡർ ഗാർഡൻ എന്ന് വായ വരും എന്താണോ. അപ്പോൾ സാധനം വരാൻ ലേറ്റായിട്ട് നമ്മൾ അപ്പോൾ ഇറങ്ങിയപ്പോൾ തന്നെ സാധനം കൊടുത്തു തരും ചെയ്ത്. ഇപ്പം ഉണ്ടാക്കി കൊടുത്തിട്ടല്ലേ ഉള്ളൂ, പൊള്ളും. വണ്ടിയിൽ നിന്ന് കഴിക്കാം. നല്ല ചൂടുണ്ട്. അല്ല അതല്ല അപ്പോൾ ഗൈസ്
നമ്മൾ ഒന്ന് പാടി തിന്നാം. നല്ല ടേസ്റ്റ് ഉണ്ട് സാധനം. നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. മിറാക്കിൾ ഗാർഡനിലെത്തി. എൻട്രൻസ് മിറാക്കിൾ ഗാർഡൻ സീനല്ല. മിറാക്കിൾ ഗാർഡൻ എത്തി ഗൈസ്. ദുബായ് മിറാക്കിൾ പോയി. നമ്മള് മിറാക്കിൾ ഗാർഡനിലേക്ക് വന്നു ഗൈസ്. അപ്പൊ പിന്നെ അത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇവിടെ എയറോപ്ലെയിൻ ഒക്കെ ഉണ്ട് എന്നല്ലേ പറയണേ. ഇവിടെ എയറോപ്ലെയിൻ ഗൈസ് മിറാക്കിൾ ഗാർഡനിലെത്തി. അപ്പോൾ മിറാക്കിൾ ഗാർഡനിൽ ഒരു ഓഫർ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വിത്ത് എമിറേറ്റ്സ് സൈഡ് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ 30 ദിർഹംസിന് ടിക്കറ്റ് കിട്ടുന്നതാണ്. അത്രേ ഉള്ളൂ. പിന്നെ ഈ മുട്ടക്ക് ഫ്രീ ആണെന്ന് പറയുന്നുണ്ട്. പോയി നോക്കാം. എന്തായാലും 11 ആയിട്ടുള്ളൂ. അപ്പം എന്തായാലും ഗൈസ് പോയി നോക്കാം. ഗൈസ് മിറാക്കിൾ ഗാർഡനിൽ എത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് ആ കാണുന്നതാണ് സൂര്യൻ. നല്ല വെയിലടിക്കുന്നുണ്ട്. ഇറങ്ങിയില്ല. അപ്പോൾ ഗൈസ് നമുക്ക് എൻട്രൻസിൻ്റെ അവിടേക്ക് പോകാം. കമോൺ ഫോളോ മീ. യെസ്. പിന്നെന്താ ഗൈസ് സൺഫ്ലവറിൻ്റെ ഏട്ടനാന്ന് തോന്നുന്നു. നല്ല നീളമുണ്ട്. ഞാൻ പറയണല്ലേ കേൾക്കണ്ടോ? ഓക്കെ ഗൈസ്, എൻട്രൻസ് ഇതാ അടുത്തോണ്ടിരിക്കുന്നു. നിങ്ങൾ ഇത് കാണുക. എൻട്രൻസിൽ തന്നെ 2 കുതിരത്തലകൾ. അപ്പോൾ ഈ എൻട്രൻസിൽ തന്നെ 2 കുതിരകൾ. പിന്നെ നേരെ നോക്കിയാൽ ഇവിടെ കുറേ ഡെക്കറേഷൻ പോലെ ഉണ്ട് ഗൈസ്. വടക്കാൻ ഫോട്ടോ എടുക്കണം. നേരെ നോക്കിയാൽ വലിയ മരം. എന്തത്? ഇതല്ലേ മറ്റേ എന്താ പറയുക, ഉണ്ടാക്കിയല്ലേ? ശരിക്കുള്ള മരമൊന്നല്ലല്ലോ ഇത്. തൊട്ട് കാണിക്കൂ. പൊട്ടിക്കല്ല, തൊട്ടൊക്കെയാ. ശരിക്കുള്ള പൂവാണ്. കൊട്ടാരം അവിടെ ആനൊക്കെ ഉണ്ട്, കുറേ സംഭവമുണ്ട്. സോ ഗൈസ് നമ്മൾ മിറാക്കിൾ ഗാർഡൻ്റെ ഉള്ളിൽ കയറി. ഇന്ന് നമുക്ക് ഓക്കെ, നമുക്ക് ഈ ടിക്കറ്റ് പ്രൈസ് ഒക്കെ സെയിം തന്നെയായിരുന്നു. 30 ദിർഹംസിൻ്റെ ടിക്കറ്റ് എൻട്രി കിട്ടിയത്. അപ്പം നമ്മളിത് ഉള്ളിൽ കയറി പറഞ്ഞതാ 2 കുതിരക്കുട്ടപ്പന്മാർ, 2 കുതിരത്തലകളുണ്ട്. പിന്നെ അവിടെ ഒരു വലിയൊരു മരവും ഒരു പീക്കോക്കൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഒരു സൈഡിൽ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. മാനെടുത്താ എന്നാൽ ഞാൻ അടുത്ത് തരാം. ഇനി ഇതുന്നാ. ഓക്കെ ഗൈസ്, ഞാൻ പിടിക്കാം. കൊട്ടാരമുണ്ട് ഗൈസ്, അതാണ് ഹൈലൈറ്റ്. കൊട്ടാരം ആടാ മോനെ, വലിയ കൊട്ടാരം. വലുതല്ല, അത്ര വലുപ്പമില്ല, എന്നാലും കുറച്ച് വലിയ കൊട്ടാരം. ഓക്കെ, അവിടെ ഭയങ്കര വെയിൽ. നമുക്ക് ഈ എൻട്രൻസിൻ്റെ അവിടെ വെക്കാം. മരത്തിൻ്റെ എൻട്രൻസ്. മരത്തിൻ്റെ എൻട്രൻസ്. ഇവിടെ ആരാത്? ഇവിടെ കുറച്ച് നേരമൊക്കെ. കാരണം എന്താന്ന് വെച്ചാൽ തീരതില്ല, എന്താ പറയുക, നല്ല ചൂട്. ഇത് ലൈറ്റ് ആയിട്ടാ. ശുചിന്ന് വെള്ളമൊക്കെ ഇറ്റണ്. വെള്ളമൊക്കെ ഇട്ടുണ്ട്.
ഇതാ വലിയ ആന. നേരത്തെ കുതിരയായിരുന്നു, ഇപ്പം അതാ വലിയ ആന കിട്ടി. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു സാധനത്തിനെക്കാട്ടിയും ഡബിൾ ത്രിബിൾ ഒക്കെ വലിപ്പമുണ്ട് ഇതിന്. കണ്ടോ ഗൈസ്, ഒരു ആന ഇത്ര ഒന്നും ഉണ്ടാവില്ലല്ലോ. ഒരു ആനനെക്കാട്ടി ഡബിൾ ത്രിബിൾ സൈസൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഫുൾ അടിപൊളി സാധനങ്ങൾ, ഫുൾ ഫ്ലവേഴ്സ്. അവിടെ എയറോപ്ലെയിൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഒക്കെ അവിടെ ഞാൻ കുറേ നടന്നിട്ട് വെക്കാം ഗൈസ്. ഇവിടെ പിന്നെ എന്താ മെയിൻ എന്ന് വെച്ചാൽ ഇവിടെ ലക്ഷക്കണക്കിന് പൂക്കളും ചെടികളൊക്കെ ഉള്ളത് കുറേ സംഭവം ഉണ്ട് ഗൈസ്. നിങ്ങൾ ഇവിടെ വന്നിട്ട് തന്നെ നോക്കണം. ഈ സീറ്റ് തന്നെ നോക്കി അല്ല ഇത് മറ്റേ എന്താ പറയുക, വെറൈറ്റി ഫോട്ടോഷൂട്ട്, ഡുവൽ ക്യാമറ ഫോട്ടോഷൂട്ട്. ഇവിടെ ഇവിടെ ഒരു കുതിര ഉണ്ട്. പക്ഷെ ഈ കുതിര കണ്ട് പുറത്ത് വെക്കണ്ടില്ലേ, കയറി കാറ്റുന്ന രീതിക്ക് വെക്കണ്ടി. പിന്നെ മേലൊരു കൊട്ടാരുണ്ട്. വെയിൽ കുറച്ച് സീനായിരുന്നു, നല്ല വെയിലിൻ്റെ അടിച്ചതിൽ തല അരഞ്ചി അപ്പം ഇരുന്നതാണ്. അപ്പം ഇനി നമുക്ക് ബാക്കി സ്ഥലങ്ങളും പാടെ എക്സ്പ്ലോർ ചെയ്യാം. ഇവിടെ നല്ല അടിപൊളി സൺഫ്ലവർ ഉണ്ട്. ഇവിടെ എയറോപ്ലെയിൻ ഉണ്ടെന്ന് പറഞ്ഞതിൻ്റെ ടെയില് കണ്ട്, എയറോപ്ലെയിൻ്റെ ടെയില് കണ്ട്. അപ്പോൾ വലുതെന്ന് മനസ്സിലായി. ടെയില് കണ്ടിട്ടുള്ളൂ. ഇങ്ങനെ കയറാൻ പറ്റുമോ? ഹൈ, സ്വർഗം പോലെ അവിടെ പോകാനൊക്കെ പറ്റും. ക്ലോക്ക് ഉണ്ട്. പിന്നെ അവിടെ പെൻസിലിൻ്റെ ഒരു ഹൗസ് പോലത്തുണ്ട്. നിങ്ങളൊന്നും ഇറങ്ങാൻ പറ്റൂല. അയ്യോ, ഇപ്പോൾ വീണിരുന്നു ജസ്റ്റ് കാല് ക്രോസായി ഗൈസ്. കാല് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ക്രോസായി. അവിടെ എന്താണ്? ഇതാ ഗൈസ് എമിറേറ്റ്സ്. കണ്ട് മോനെ കണ്ട്. എമിറേറ്റ്സിൻ്റെ എസ്. ഇവിടെ അല്ലേ ടെയില്? ഇത് വിങ്. ഇത് മൊത്തത്തിൽ ടോട്ടലി ഇതാണിത്. എമിറേറ്റ്സ്. ഇതാ എമിറേറ്റ്സ്. അയ്യോ എവിടെ? എമിറേറ്റ്സിൻ്റെ ഇതാണ്. ടയറൊക്കെ ഉണ്ട് ഗൈസ്. എമിറേറ്റ്സിന് കൂടുതൽ ഡോറുണ്ട് ഗൈസ്. 1 2 4 ഡോറ്. മുന്നിൽ തന്നിട്ട് ഫാന് കറങ്ങുന്നുണ്ട്. ഇവിടെ കുറേ കാലങ്ങളായിട്ട് ഇവിടെ നിർത്തിയിട്ട് പോയതാണ്. അങ്ങനെ നിർത്തിയിട്ട് പോയപ്പോൾ സംഭവിച്ച കുറച്ച് പുല്ലും കാടും പിടിച്ചതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഉണ്ടല്ലേ, പക്ഷെ ഇത് ശരിക്കും കൊടുന്നിട്ടാ അല്ലല്ല, അങ്ങനെ അത് 3D പ്രിന്റ് എടുത്ത അതുപോലത്തെ. അതേപോലെ കൈ വിരലുകൾ, ഒരു വിരല് അത് ഫുള്ള് കൈ ഉണ്ട്. അവിടെ ഫുള്ള് കൈ, ഇവിടെ കുറേ വിരല്. അവിടെ തരാൻ മറ്റേ സാധനങ്ങൾ എൻ്റെ കൈ ഉണ്ടായിരുന്നു കൈസ്. ആ സാധനങ്ങളുടെ കൈ ചെറിയ സാധനം. സ്മർഫ് കാറ്റല്ല, അപ്പം സ്മർഫ് കാറ്റ് എന്ന് പറഞ്ഞിട്ട് വേറെ ഇപ്പോൾ സ്മർഫ് സാധനം എൻ്റെ ഉണ്ടായിരുന്നു. അതിൻ്റെ ടോയ്, അതിൻ്റെ ബാക്കിൽ നിൽക്കുക, അതിൻ്റെ വായ ഇങ്ങനെ വരും. നാവ്. പെൻഗ്വിന്, വലിയ പെൻഗ്വിന്. അവിടെ വലിയ പെൻഗ്വിന്. ഇതാ ടെഡി ബിയർ. ഇവിടെ ഒക്കെ ഉണ്ട് ഗൈസ്, ഫുള്ള് ടെഡി ബിയറുകൾ. ഇല്ല മറ്റേത്. ഇവിടെ ഫുഡ് കിട്ടൂ. എന്താ അങ്ങനെ ഫുഡ് കിട്ടും ഗൈസ്? ക്യാമറ ആകെ ചൂടായിക്കണേ. അപ്പോൾ ഗൈസ്, സ്മർഫ്സിൻ്റെ ലോകത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതല്ലല്ലോ അങ്ങനെയല്ലേ ഉണ്ടാക്കിക്കണല്ലേ? ഇവിടെ കൂട്ടാപ്പി ഇത്രയും ഇവിടുന്ന് എയർപ്ലെയിൻ്റെ ബാക്ക്. അങ്ങനെ ഗൈസ് നമ്മൾ നടന്നിട്ട് ഇതാ ഫ്ലൈറ്റിൻ്റെ ബാക്കിലെത്തി. പിന്നെ ഇവിടെ ഫുൾ സ്മോഫ്സ് ആണ്. ഹായ് ഹലോ, ഇതല്ലേ നേരത്തെ സലാം പറഞ്ഞ്. ഫുള്ള് സ്മോഫ്സിൻ്റെ ലോകത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. അതാ ഇവിടെ അടുത്ത്
ഈ നല്ല രസമുണ്ട്, നല്ല ഇഷ്ടമായി. കുറച്ച് ഒരു കാമൻ ക്വൈറ്റ് സ്മേഴ്സും കുറച്ച് ചെടികളൊക്കെ ആയിട്ട് നമുക്ക് ഇരിക്കാനൊക്കെ പറ്റുന്ന ടൈപ്പ് ഒരു ഏരിയയാണ്. സ്മേഴ്സിൻ്റെ കാലുമൊക്കെ ഇരിക്കുക. അഞ്ഞ് അങ്ങോട്ടുണ്ട് കേട്ടോ, അങ്ങോട്ടൊക്കെ ഫുൾ സ്മേഴ്സാ, അങ്ങോട്ടൊക്കെ ഫുൾ സ്മേഴ്സാ. അടിപൊളി അടിപൊളി സ്മേഴ്സ്. സ്മേഴ്സ് തന്നെയല്ല ഇതിൻ്റെ പേര്. അയ്യോ മൈന, സ്മേഴ്സ് തന്നെയാണ് തോന്നുന്നു ഗൈസ്. ഇതിൻ്റെ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. സ്മേഴ്സ് തന്നെയാണ് ഞാൻ ലാസ്റ്റ് ടൈം എൻ്റെ കയ്യിൽ ഇത് ഉണ്ടായിരുന്നപ്പോൾ ഉള്ളതിൻ്റെ പേരിൻ്റെ ഓർമ്മ. ഇത് രണ്ട് എമിറേറ്റ്സിൻ്റെ തൊട്ടടിയിൽ രണ്ട് സൈഡിലും ആയിട്ടുണ്ട് അല്ലേ. ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് ഈ സൈഡ് എത്തുന്ന വരെ ഉണ്ട് സ്മേഴ്സ്. സ്മേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുത്താലോ? പച്ചിൻ്റെ ഫോണോ? ഇപ്പോൾ സ്പേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വരാം ഗൈസ്. പിന്നെ ഇത് കുറച്ച് ഹീറ്റ് ആവുന്നുണ്ട്, വെയിലടിച്ചിട്ട് തോന്നുന്നു. അപ്പോൾ സ്പേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുത്തിട്ട് കാണാം. മൂക്കാണ്. മൂക്കാല്ലേ അമ്പോ. ഇവിടെ നിന്ന് അടിപൊളി ഫോട്ടോ എടുക്കട്ടോ. ഇവിടെ നിന്ന് എടുക്കാം. ഞാനെ മൈക്കെടുത്തോ? തെറിക്കണ്ടോ? വാ. അപ്പോൾ ഇനി ഗൈസ് കുറേ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാണ്ട്, അതിനു മുമ്പേ നിസ്കരിക്കാനുണ്ട്. നിസ്കരിച്ചൊക്കെ കഴിഞ്ഞ് ഇനി കുറച്ച് റെസ്റ്റ് എടുക്കുകയാണ്. ഇവിടെ ഇരുന്നിട്ട് എന്നിട്ട് നിസ്കരിക്കാൻ പോയിട്ടാണ്. ഇനിയിപ്പോൾ വന്നിട്ട് നമ്മൾ പോകും. റീലിനുള്ള ഷൂട്ടൊക്കെയാണ്. ഇതിലിപ്പോൾ ചാർജ് ചെയ്യാം. ഇതിലിപ്പോൾ 36%. ഓക്കെ, മിച്ചൂന് ഞാൻ അടിപൊളി പിക്സൊക്കെ എടുത്തു. ഞാൻ മിച്ചൂനെടുത്തിട്ട് ചെടിൻ്റെ ഇടയിൽ നിന്നുള്ള കാണിച്ച അതാണ് അടിപൊളി. ഇതാ ഞാൻ എനിക്കെടുത്തിടുന്ന ഇവനക്ക് ഞാൻ എടുത്തെടുത്ത ഹൈലൈറ്റ് ആയിട്ടുള്ള സാധനം ഇതല്ല, മറ്റേ ഇതല്ല 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 ഇത്. ഇത് വരുമ്പോൾ ഇതാണ് ഹൈലൈറ്റ്. ഇതാണ് എനിക്ക് ഞാൻ എടുത്തെടുത്ത ഗൈസ്. ഇവനല്ല അല്ല, അവിടെ നിൽക്കണ ഓനാണെങ്കിൽ പിന്നെ ഓനെങ്ങനെ എടുത്തെടുക്കും? ഞാൻ എടുത്തെടുക്കും. അപ്പോൾ ഗൈസ് പറഞ്ഞോടുക്കേ, എന്നാ ഞാൻ പച്ചിക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കാം. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ പോണ്ടിൻ്റെ അടുത്താണുള്ളത്. ഇതാണ് കണ്ടോ പോണ്ട്, നല്ല അടിപൊളി പോണ്ട് ഗൈസ്. ഇത് പോണ്ട, ഇത് ലേക്കല്ലേ? ഹെലികോപ്റ്ററോ? അപ്പോൾ ഗൈസ് ഒരു ഹെലികോപ്റ്റർ. ഇൻ ഫ്രണ്ട് ഓഫ് ടാക്സി. കുറേ ടാക്സികൾ ഇവിടെ നിർത്തിയിട്ടുണ്ട്. പിന്നെ നല്ലൊരു വ്യൂ ആണ് ഈ ടൈമിൽ. ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് അംബർലയാണ്, അംബർല തീമാണ് പിടിച്ചിട്ടുള്ളത്. പിന്നെ അവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം സ്പേസ് ഇങ്ങനെ ഇരിക്കാൻ, ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ കുറച്ച് ടാക്സികൾ നിർത്തിയിട്ടുണ്ട്, വെറൈറ്റി.
ഗൈസ് നമ്മൾ എൻഡ് വരെ എത്തി. നമ്മളിവിടെ ഫുള്ള് എക്സ്പ്ലോർ ചെയ്തിരിക്കണം ഗൈസ്. ഞാൻ നമുക്ക് ഒറ്റ സ്ഥലം മാത്രമേ എക്സ്പ്ലോർ ചെയ്യാവുള്ളൂ. അവിടെ അവിടെ കയറാണ്ട് ഗൈസ്. അവിടെ കയറണം. അപ്പോൾ ഗൈസ് അവിടെ കയറിയാൽ നമ്മളെല്ലായിടത്തും എക്സ്പ്ലോർ ചെയ്ത് ഇതൊക്കെ ഉണ്ട് ഗൈസ്. ഇവിടെ വലിയ എന്തോ സാധനമുണ്ട്. എന്താണെന്ന് അറിയില്ല. വലിയ മറ്റേ കറങ്ങണ സാധനം. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ക്ലോക്കിൻ്റെ അടുത്താണ്. മേലെ കയറാം. ഇവിടെ പിന്നെ അതിൻ്റെ കയറപ്പം തന്നെ ഫുള്ള് അടിപൊളി ഗൈസ്. ഇവിടെ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ പോകും. 1 2 ഇവിടെ വലിയ ബിൽഡിങ് മേലെ നിന്നുള്ള വ്യൂ. ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളി. ഇത് ഗൈസ് എമിറേറ്റ്സിൻ്റെ ഫുള്ള് എന്താ പറയുക, ഫുള്ളുള്ള രൂപം. ഇത് ഈ വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് ചെറുതാവും ഗൈസ്, പക്ഷെ നേരിട്ടിട്ട് നല്ല വലിപ്പമുണ്ട് അല്ലേ? എമിറേറ്റ്സ് ശരിക്കും നല്ല വലിപ്പമില്ലേ കാണുമ്പോൾ? അവിടെയൊക്കെ സീന ഗൈസ്. അവിടെയൊക്കെ നല്ല വ്യൂ. ഇങ്ങനെ പോയി ഇങ്ങനെ പോയിട്ട് അവിടെ എമിറേറ്റ്സ്. വാവ് ഗൈസ്, ഇവിടെ ഞാൻ ഒറ്റ സ്ഥലം പാടി എക്സ്പ്ലോർ ചെയ്തില്ല. ഇവിടെ എന്താ പറയുക, ഇവിടെ കയ്യൊക്കെ ഉണ്ട്. ഇവിടെ ഒരാളുടെ തല എവിടെ എന്തോ കറങ്ങല്ലേ, എന്തോ തല വലത്തൊക്കെ ശരീരം വലത്തൊക്കെ സാധനം അവിടെ കിടന്ന് കറങ്ങണം. അവിടെ ഫുള്ള് അടിപൊളി വ്യൂ ആണ് ഗൈസ്. ഈ സ്ഥലത്തും പാടി നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വിട്ടുപോയി ഗൈസ്. ഇവിടെ ജീനിയൊക്കെ ഉണ്ട്. ജീനി പിന്നെ എന്താ ഇവിടെ കുറേ മറ്റേ ബലറീനകൾ തുള്ളി കളിക്കുന്നു കുഞ്ഞിപ്പുഴു. ഇവിടെ ജീനി ഉണ്ട്. അവിടെ ജീനി അയ്യോ വീണിരുന്ന് ഇങ്ങനെ അടി കറങ്ങി വരേണ്ട സ്ഥലം. നമുക്ക് ഇരിക്കാം. കൊള്ളാട്ടോ. നമുക്ക് ഈ ഭാഗത്ത് ഇങ്ങനെ ഇരിക്കാം. നമ്മളിവിടെ ഇരിക്കാം. ഇവിടെയൊക്കെ അടിപൊളിയാ. അവിടേക്ക് ഇങ്ങനെ ജീനി മറ്റേ ബലറീന അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മൾ മിസ് ചെയ്തിട്ട്. ഇത് അടിപൊളി സാധനം. ഹലോ പരിപാടി എന്ത് പരിപാടി സ്റ്റേജ് എന്താ പറഞ്ഞേ? ഇവിടെ പാട്ടൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാ ഇപ്പൊ മിറാക്കിൾ ഗാർഡന്റെ പൂജ തീർന്നില്ലേ? ഹാപ്പി അല്ലേ? സെറ്റിലാ? അപ്പൊ ഗൈസ് ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഇപ്പൊ ഭയങ്കര രാത്രി. എത്ര മണിയായി? എത്ര മണിയായി? അപ്പൊ ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നു. അപ്പൊ എന്താ ഫുഡ് എന്നറിയില്ല. വിശന്നിട്ടാകുമ്പോ 2-3 ജ്യൂസ് വാങ്ങിച്ചിരുന്നു. പിന്നെ വിശന്നിട്ടില്ല. ഫുഡ് കഴിക്കാൻ എത്തിയിട്ട് കാണാം. ഓക്കെ ബൈ ബൈ. നമ്മളിപ്പോ ഫുഡ് കഴിക്കാൻ വന്ന് ഫുഡൊക്കെ കഴിച്ച് വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഫുഡ് കണ്ടെങ്കിൽ വീഡിയോ എടുക്കാൻ മറക്കുമല്ലോ. സാധനം ഫുള്ള് കാലിയാക്കി കിട്ടുന്നു.
മിറാക്കിൾ ഗാർഡനൊക്കെ പോയി വന്ന് അടിപൊളിയായിരുന്നില്ലേ?